നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. പുത്തൻ പണക്കാർ സിനിമ മേഖലയെ തകർക്കുന്നു. 185 സിനിമ ഇറങ്ങിയതിൽ 150ഓളം പൊട്ടിപ്പാളീസായി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് നഷ്ടക്കണക്കുകളാണ് പറയാനുള്ളത്. സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന പുത്തൻ സിനിമാക്കാരുടെ തള്ളലാണ് സിനിമയെ തകർക്കുന്നത് എന്നാണ് ആരോപണം. 2025 അവസാനിച്ച ദിവസം കേരള ഫിലിം ചേംബർ പുറത്തുവിട്ട കണക്കുകളാണ് തകർന്ന് തരിപ്പണമായ മലയാള സിനിമയുടെ കണക്ക് വെളിപ്പെടുത്തിയത്. ഇതിനെ സിനിമാ നിർമ്മാണ രംഗത്തുള്ള ചില പ്രമുഖ താരങ്ങൾ എതിർത്തിരുന്നു. എന്നാൽ സിനിമയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ കണക്കുകൾ പുറത്തുവിട്ടത് എന്നാണ് ചേംബറിന്റെ വിശദീകരണം. നല്ല കഥയും തിരക്കഥയും സംവിധാനവും അഭിനയവും എല്ലാം ഒത്തുചേരുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷമായി സിനിമാ രംഗത്ത് കടന്നുകൂടിയ യുവതലമുറ സിനിമയുടെ വിജയപാഠങ്ങൾ പഠിക്കാതെ താരമോഹം കൊണ്ട് സിനിമയിൽ തള്ളിക്കയറുന്നതാണ് തകർച്ച ഉണ്ടാക്കുന്നത് എന്നാണ് ഒരു കൂട്ടരുടെ വാദം. പണ്ടൊക്കെ സിനിമാ മേഖലയിൽ പ്രമുഖർക്ക് ഒപ്പം നിന്ന് വർഷങ്ങളോളം പരിചയം നേടിയ ശേഷമാണ് കഥയെഴുത്തും സംവിധാനവും ഒക്കെ നടത്തുവാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ ഒരു മുൻപരിചയവും ഇല്ലെങ്കിലും അഭിനയത്തിനും സംവിധാനത്തിനും കഥയെഴുത്തിനുമൊക്കെ ചെറുപ്പക്കാർ മുൻനിരയിലാണ്. സിനിമയിൽ പണം മുടക്കാൻ ആവേശം കാണിക്കുന്നവരിൽ ചിലർ ഒരു സിനിമയുടെ നിർമ്മാണം കൊണ്ട് തന്നെ സാമ്പത്തികമായി തകർന്ന് ഫീൽഡ് വിടുന്ന രീതിയാണുള്ളത്. മലയാളത്തിൽ അടുത്ത കാലത്തായി കുടുംബ സിനിമകൾ ഉണ്ടാകുന്നില്ല. കുറെ ചെറുപ്പക്കാർ തുള്ളിക്കളിച്ച് ആടിത്തിമിർക്കുന്ന സിനിമകളാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. അത്തരം സിനിമകൾ വഴിയോരങ്ങളുടെ പോസ്റ്ററിൽ മാത്രം നിറഞ്ഞു നിന്ന് അവസാനിക്കുകയാണ് അനുഭവം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 185 ചിത്രങ്ങളിൽ 9 ചിത്രങ്ങൾ മാത്രമാണ് സൂപ്പർ ഹിറ്റായത്. 16 ചിത്രങ്ങൾ ഹിറ്റായി ലാഭം നേടി. പ്രതിസന്ധിയിലായ 10 ചിത്രങ്ങൾ OTT വഴി സാമ്പത്തികമായി പിടിച്ചു നിന്നു. കഴിഞ്ഞ വർഷം മലയാള സിനിമാ നിർമ്മാണത്തിനായി മുതലിറക്കപ്പെട്ടത് 530 കോടി രൂപയോളമായിരുന്നു. ഇത്തരത്തിൽ മുതലിറക്കി നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്ന 85% ആളുകളും സാമ്പത്തിക തകർച്ചയാൽ രംഗം വിടുന്ന കാഴ്ചയാണ് കാണുന്നത്. പുതുതലമുറ സിനിമക്കാർ എന്ന ലേബലിലാണ് സിനിമാ മേഖല ചെറുപ്പക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നത്. കലയുടെയും സാഹിത്യത്തിന്റെയും ഫലപ്രദമായ സംയോജനം വഴിയാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. നിരന്തരമുള്ള പ്രവർത്തന പരിചയമുള്ളവരാണ് സിനിമയിൽ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചിരുന്നത്. പുതുതലമുറ സിനിമക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു പരിചയവും ഇല്ലാത്തവർ പോലും സിനിമയുടെ സകല മേഖലകളും കൈയടക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മേഖല എന്ന കണക്കുകൂട്ടലിലാണ് പുത്തൻ പണക്കാർ സിനിമാ നിർമ്മാണത്തിനായി കടന്നു വരുന്നത്. ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചാൽ 1-2 മാസം കൊണ്ട് മുതൽ മുടക്കും ലാഭവും ഒക്കെ തിരിച്ചു വരും എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ പുത്തൻ പണക്കാർ സിനിമയിൽ ആധിപത്യം ഉറപ്പിച്ച് നിർമ്മിക്കുന്ന സിനിമകളെല്ലാം തകർന്നടിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മലയാള സിനിമയുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ്. ഇപ്പോഴും സിനിമയുടെ പ്രദർശന വിജയത്താൽ നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ടാക്കുന്ന സിനിമയ്ക്ക് പിന്നിൽ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് എന്ന തിരിച്ചറിവിലെങ്കിലും പുതിയ തലമുറക്കാർ എത്തിച്ചേരേണ്ടതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഭിനയിക്കാനും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കഥകൾ തിരിച്ചറിയാനും ഗൗരവം കാണിക്കുന്നത് കൊണ്ടാണ് ഈ സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് പ്രേക്ഷകരെ കിട്ടുന്നതും ഇവരുടെ ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയിക്കുന്നതും എന്നത് തിരിച്ചറിഞ്ഞ് സിനിമയോട് സമീപിച്ചാൽ വിജയം ഉറപ്പ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.